ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂരമ്പല നടയിൽ മലയാളി ഫ്രം ഇന്ത്യ. ഈ രണ്ട് സിനിമകളുടെ എൻ്റെ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. ഈ രണ്ട് സിനിമകളുടെ റിവ്യൂ പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിനെ പറ്റി ഞാൻ പറയാം. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പം ചില സിനിമകൾക്ക് മാരക പോസിറ്റീവ് റിവ്യൂ ആയിരിക്കും. അതേപോലെ അതേ സിനിമ തന്നെ റിലീസായി കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവ് റിവ്യൂ വരും. അതേപോലെ ചില സിനിമകൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് റിവ്യൂ ആയിരിക്കും. അതേ സിനിമ OTT വന്നു കഴിയുമ്പോഴത്തേക്കും പറയും, വാവ് സൂപ്പർ പടം, ഈ സിനിമയാണല്ലോ എല്ലാവരും കൂടി ഓവർ ഡിഗ്രേഡ് ചെയ്ത് നശിപ്പിച്ചത് എന്ന്. അങ്ങനെ കണ്ട രണ്ട് സിനിമയാണിത്. ഗുരുവായൂരമ്പല നടയിൽ OTT വന്നപ്പം എല്ലാവരും പറയുന്നു അത് മോശം സിനിമയാ, ആ തള്ളിയ മറിച്ചതിന്റെ അത്ര ഒന്നുമില്ലെന്ന്. പക്ഷെ എനിക്ക് ഗുരുവായൂരമ്പല നടയില് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്ത് എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. അതേപോലെ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. നിങ്ങൾ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിച്ചു. ഡീഗ്രേഡ് ചെയ്തത് ഇവര് തന്നെയാണ്. ആ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിച്ചു എന്നും പറഞ്ഞ് നല്ലൊരു സിനിമയായിരുന്നു. മലയാളി ഫ്രം ഇന്ത്യ നല്ലൊരു സിനിമയാണ് ഗൈസ്. അത് വൺ ടൈം വാച്ചബിൾ ഫിലിമാണ്. നമുക്ക് ഫോണിൽ ഫോർവേഡ് ബട്ടണൊക്കെ ഉള്ളത് കൊണ്ട് വൺ ടൈം വാച്ചബിൾ ഒരു മൂവിയാണ് മലയാളി ഫ്രം ഇന്ത്യ. അപ്പം മലയാളി ഫ്രം ഇന്ത്യയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രൊമോഷൻ രീതിയാണ്. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം മലയാളി ഫ്രം ഇന്ത്യ ഒരു എന്റർടൈൻമെന്റ് മൂവിയാണെന്നും പറഞ്ഞാണ് അതിന്റെ പ്രൊമോഷൻ പോയത്. അതിന്റെ ഫസ്റ്റ് പ്രൊമോഷൻ വീഡിയോ വന്നതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫുൾ എന്റർടൈൻമെന്റ് മൂവിയാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഫുൾ എന്റർടൈൻമെന്റ് ഇല്ലായിരുന്നു. അത് മാത്രമാണ് എനിക്ക് തോന്നിയൊരു പ്രശ്നം. ഒരുപാട് നല്ല സീനും ഡയലോഗ്സും എല്ലാം കൊണ്ടുവച്ചിട്ട് സ്റ്റോറി മാത്രം ഡൗൺ ആയി പോയൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഈ രണ്ട് സിനിമയും നമുക്ക് വൺ ടൈം വാച്ചബിൾ ആണ് ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്, ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.